അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാൻ ഫിദനെ കണ്ടു. അപ്പം ഇതെന്ന് പറയണത് എൻ്റെ ഉമ്മാൻ്റെ താത്താൻ്റെ കുട്ടിയാണ് കേട്ടോ, എൻ്റെ മൂത്തമ്മാൻ്റെ കുട്ടി. ഓളിനേക്കാളും ഒരു 3-4 വയസ്സ് മൂത്തതാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ അതൊന്നും ഓൾക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രസമാണ്. ഞങ്ങൾ ഒപ്പം ഉണ്ടാകുമ്പോൾ ഫുള്ള് പൊട്ടത്തരം, ഫുള്ള് ചിരിയാക്കരം. സീരിയസ് ആയിട്ടൊരു ടൊക്കേ ഞങ്ങളെടുത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഓളിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാമെന്ന് വെച്ചു. ഫുഡ് കഴിക്കാൻ പോവാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്. അതാണ് കറക്റ്റ് ഓർഡർ. എന്നിട്ട് ഓളാണ് എനിക്ക് ഹെക്സാ ബർഗറിൻ്റെ കാര്യം പറഞ്ഞു തന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പിന്നെ എനിക്ക് അതന്നെ മതിയെന്നായിട്ടോ. അതെങ്ങാനും അവിടെ അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാക്കി തരണം എന്നുള്ള സിറ്റുവേഷൻ വരെ ആയിരുന്നു. ഭാഗ്യത്തിന് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഓൾക്ക് വീട്ടിൽ നിൽക്കാനെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൾ വന്നപ്പോൾ പിന്നെ ഞാൻ വിട്ടില്ല. എന്നിട്ട് പിന്നെ വീട്ടിൽ നിൽക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് എന്തോ സാധനം കിട്ടിയിട്ടോ. ഞാൻ കരുതിൻ്റെ പാസ്പോർട്ടാണെന്ന്. പക്ഷെ അല്ല, അതെന്തോ ആധാർ കാർഡ് എന്തോ പുതുക്കാൻ കൊടുത്തതായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. ബൈ.